ഭക്ഷണപ്പുരയിൽ ഇലയിട്ട് ഊണ് വിളമ്പാനാകാതെ സംഘാടകർ. ചോറ് തീർന്നതോടെയാണ് ഭക്ഷണം കഴിക്കാനെത്തിയവർക്ക് മണിക്കൂറുകളോളം വിശന്ന് കാത്തിരിക്കേണ്ടി വന്നത്. ഭക്ഷണം ലഭിക്കാതെ മത്സരാർത്ഥികൾ ഉൾപ്പെടെ വേദി വിട്ടിട്ടും ഒരു പ്രശ്നമില്ല എന്നതായിരുന്നു സംഘാടക സമിതി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി. സമയം 2 മണി. മത്സരച്ചൂടിൽ പോരാടി തളർന്ന് പൊള്ളുന്ന വെയിലേറ്റ് ഒരൽപ്പം ഭക്ഷണം കഴിക്കാൻ ആർത്തിയോടെ എത്തിയതായിരുന്നു മത്സരാർത്ഥികൾ പലരും. ഇലയിട്ടു, തൊടികറികൾ ഓരോന്നായി വന്നു, ഗ്ലാസും വെള്ളവും വരെ എത്തി. ചോറു മാത്രം വന്നില്ല. അരമണിക്കൂർ 1 മണിക്കൂറിന് വഴിമാറി. മുഴങ്ങിക്കേട്ട പാട്ടിനുമപ്പുറം വിശപ്പിന്റെ വിളി ഉയർന്നതോടെ ആളുകൾക്കിടയിൽ പ്രതിഷേധമുയർന്നു. 1.5 മണിക്കൂർ ഇവിടെ ഇരിക്കുക, ഈ ഇലയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറായിട്ട് നല്ല സെറ്റപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് അത് വേണ്ടത്. ഇങ്ങനെ സംഘാടകരൊക്കെ ആരായാലും ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നല്ലൊരു പാചകക്കാരൻ അരി വേകാൻ ഒരു 10 മിനിറ്റ് വേണ്ട. നമ്മൾ ഒരു 5-6 വട്ടം അരി വേകുന്ന സമയത്ത് ഇരിക്കുകയാണ്. അരമണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ഞങ്ങളുടെ കുട്ടികളുടെ പരിപാടി 2:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് ഭക്ഷണം കഴിക്കാം എന്ന് ഉദ്ദേശിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഭക്ഷണം ഇതുവരെ 2:45 വരെ ചോറ് തീർന്നിട്ട് ഇതുവരെ ആയിട്ടില്ല. ഭക്ഷണം കിട്ടാത്തവരുടെ ഈ വിഷമവും പ്രതിഷേധവും ഒക്കെ സംഘാടക സമിതി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രനോട് പറഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ട ക്യാമറ കണ്ണുകൾക്കായി പഴി. നിങ്ങൾ കണ്ടത് ശരിയല്ല, നിങ്ങളുടെ കാഴ്ച ശരിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കാം അങ്ങോട്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടായിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. 1.5 മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പാതിവെന്ത പച്ചരിച്ചോറുമായി സംഘാടകർ തലങ്ങും വിലങ്ങും ഓടി വിളമ്പി. കിട്ടിയവർക്ക് കിട്ടി, മറ്റുള്ളവർ വീണ്ടും കാത്തിരിപ്പ് തുടങ്ങി. ഇതിനിടെ ചിലർ ആരെയൊക്കെയോ പ്രാഗി ഇറങ്ങിപ്പോയി. ഇപ്പോൾ സമയം 3 മണി. 1 മണിക്കൂറോളം കാത്തിരുന്നപ്പോഴാണ് ഇലയിട്ടവർക്ക് മുന്നിലേക്ക് ഭക്ഷണം എത്തുന്നത്, അതും പച്ചരിച്ചോറ്. പലരും ഇലയിൽ നിന്നും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. സദ്യാലയത്തിൽ നിന്നും പ്രദീപ് വളത്തുകളുടെ സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.